നടൻ സിദ്ദിഖിനെതിരെയുള്ള കേസിൽ പുതിയ നീക്കവുമായി പോലീസ്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. സിദ്ദിഖിനെതിരെയുള്ള പരാതിയിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനാണ് പുതിയ സംഘം. അതേസമയം ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസ് രജിസ്റ്റർ ചെയ്തുവെന്നിപ്പോൾ മനസ്സിലാക്കുന്നു. തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് കേസ്. മാനസ മനോജ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാനസ. ഗുഡ് മോർണിംഗ് കാവ്യ. ഒരുപക്ഷെ ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങിയ ഒരു സമയത്താണ് ഈ ജയസൂര്യക്കെതിരെ വീണ്ടും ഒരു കേസ് എന്ന വാർത്ത വന്നത് എന്ന് തോന്നുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ആദ്യം കടക്കണം. പിന്നീട് നമുക്ക് അന്വേഷണ സംഘത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. തീർച്ചയായും കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്തയാണ് ജയസൂര്യക്കെതിരെ വീണ്ടും കേസ്. ഇത് രണ്ടാമത്തെ കേസാണ് ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്നത്. ഏതായാലും തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് കേസ്. നിലവിൽ കരമന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് തൊടുപുഴ പോലീസിന് കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ജയസൂര്യക്കെതിരെയുള്ള രണ്ടാമത്തെ കേസാണ് ഇത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസും കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. തുടർ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് മറ്റൊരു കേസ് കൂടി നടൻ ജയസൂര്യക്കെതിരെ എത്തുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമുള്ള ഈ ഒരു കന്റോൺമെന്റ് പോലീസിന്റെ കേസിൽ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് വെച്ചുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിനിടെ നടിയെ ഈ നടിയുടെ തന്നെ മറ്റൊരു പരാതിയാണോ അതോ മറ്റേതെങ്കിലും വ്യക്തികൾ ഇപ്പോൾ നൽകിയ പരാതിയിലാണോ കേസ്? നിലവിൽ ലഭിക്കുന്ന വിവരം പുതിയ തിരുവനന്തപുരത്തെ ഒരു നടി പരാതി നൽകി എന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു നടി നൽകിയ പരാതി എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും കഴിഞ്ഞ ദിവസം മറ്റൊരു നടിയുടെ പരാതിയിന്മേലാണ് കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഏതായാലും പരാതിക്കാർ ഇങ്ങനെ രംഗത്ത് വരുന്ന ഈ സാഹചര്യത്തിൽ നടൻ ജയസൂര്യക്കെതിരെ ഇത് രണ്ടാമത്തെ കേസാണ്. കഴിഞ്ഞ ദിവസവും അന്വേഷണ സംഘത്തിന്റെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ നടന്മാർക്കെതിരെ വ്യാപക പരാതിയുമായി ഈ പരാതിക്കാർ രംഗത്തെത്തും എന്ന നിലയിൽ തന്നെയായിരുന്നു. ആ നിലയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് ദ്രുതഗതിയിൽ തന്നെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയത്. അതിനിടെയാണ് ഇത് കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് പോലീസ് ഈ നടൻ ജയസൂര്യക്കെതിരെയുള്ള കേസിൽ അന്വേഷണം നടത്തി വരികയാണ്. ഇത് വീണ്ടും ജയസൂര്യക്കെതിരെ തിരുവനന്തപുരത്ത് തന്നെ ഒരു നടി പരാതിയുമായി എത്തുന്നത്. തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടു എന്നാണ് നടി വ്യക്തമാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തൊടുപുഴ പോലീസിന് കേസ് കൈമാറാനാണ് നിലവിലെ ഉദ്ദേശം. അതുവരെയും കരമന പോലീസ് കേസുമായി മുന്നോട്ട് പോകും. ഏതായാലും കേസ് കരമന പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം തൊടുപുഴ കേന്ദ്രീകരിച്ചും ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തൽ, പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഉണ്ടാകും. നടി ഈ തിരുവനന്തപുരത്താണ് നടി ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും ഒരുപക്ഷെ മൊഴി രേഖപ്പെടുത്തുക. അപ്പോൾ നിലവിൽ ജയസൂര്യക്കെതിരായ രണ്ടാമത്തെ കേസാണ്. രണ്ട് കേസും തിരുവനന്തപുരത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലേ? നിലവിൽ ഈ രണ്ടാമത്തെ കേസ് തിരുവനന്തപുരം കരമന പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തത്. അത് ഉടൻ തന്നെ തൊടുപുഴയിലേക്ക് കൈമാറും എന്നാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് പോലീസാണ് നടൻ ജയസൂര്യക്കെതിരെ ആദ്യ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിന്റെ അന്വേഷണം നടന്നു വരികയാണ്. ഒപ്പം തന്നെ ഈ ബാലചന്ദ്ര മേനോന്റെ സിനിമയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു അനുഭവം നേരിട്ടത് എന്ന് പരാതിക്കാരി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ബാലചന്ദ്ര മേനോന്റെ ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നു. ഏതായാലും പരാതിക്കാരിയുടെ രഹസ്യമൊഴി എടുക്കും. തുടർ നടപടികളൊക്കെയും നടന്നു വരുന്നതിനിടെയാണ് നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും ഇത്തരത്തിൽ ഒരു പരാതിയുമായി മറ്റൊരു നടി രംഗത്ത് ഇറങ്ങുന്നത്. ഏതായാലും നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ദ്രുതഗതിയിലുള്ള അന്വേഷണം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ നടത്തുന്നത് എന്നും എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരത്ത് മറ്റൊരു കേസ് എന്ന് പറയുന്നത് നടൻ സിദ്ദിഖിനെതിരെയുള്ള പരാതിക്ക് തുടർന്നുള്ള കേസാണ്. കഴിഞ്ഞ ദിവസം ഈ പരാതിക്കാരി അറിയിച്ച സാഹചര്യത്തിൽ പരാതിക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് തനിക്ക് നേരെ ഇത്തരത്തിൽ പീഡന ശ്രമം ഉണ്ടായത് എന്ന് നടി പരാതിക്കാരി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ പരിശോധനയുണ്ടായിരുന്നു. പരിശോധനയിൽ 2016 ജനുവരി മാസം അവസാനത്തോടെ സിദ്ദിഖ് ഹോട്ടലിൽ താമസിച്ചതിന്റെ രേഖകളൊക്കെയും പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതോടെ തന്നെ സിദ്ദിഖിനുള്ള ഒരു കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അതിനായി FIRന്റെ പകർപ്പ് ഉൾപ്പെടെ സിദ്ദിഖ് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഏതായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഈ അന്വേഷണത്തിൽ സിദ്ദിഖിന് എതിരെ തന്നെയാണ് എല്ലാ തെളിവുകളും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസ് അന്വേഷണത്തിന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം നടത്തുന്നതിനായി പുതിയ ഒരു അന്വേഷണ സംഘത്തെ കൂടി നിയോഗിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് ചുമതല നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP മധുസൂദനൻ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. ക്രൈംബ്രാഞ്ച് ACP ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷൻ SHO, ഒരു വനിതാ SI എന്നിവരാണ് സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നടി കഴിഞ്ഞ ദിവസം രഹസ്യമൊഴി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം നടത്താൻ പുതിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടാവുക. തുടർ നടപടികളും ഈ അന്വേഷണ സംഘം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടപ്പാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസിന് പ്രത്യേക സംഘം രൂപീകരിക്കാനുള്ള ഈ ഒരു തീരുമാനം അതിന് പിന്നാലെയാണ് എന്ന് തന്നെയാണ് അറിയുന്നത്. ഒപ്പം തന്നെയാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള പരാതിയിൽ ബംഗാളി നടിയുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ഓൺലൈനായാണ് പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. എങ്കിൽ കൂടിയും രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ബംഗാളിലേക്ക് അന്വേഷണ സംഘം പോകാനുള്ള ഒരു സാധ്യതയും മുന്നിലുണ്ട്. ഏതായാലും ഈ നടന്മാർക്കെതിരെയും സംവിധായകന്മാർക്കെതിരെയും വ്യാപകമായ ഈ പരാതി ലഭിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘം ഒരു ദ്രുതഗതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പരാതിയിൽ ആരോപിക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണോ, അതോടൊപ്പം തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. സിദ്ദിഖിൻ്റെ കാര്യത്തിലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. സിദ്ദിഖിൻ്റെ ഈ പീഡന ശ്രമത്തെ കുറിച്ച് പരാതിക്കാരി നൽകിയ എല്ലാ വിവരങ്ങളും ശരിവെക്കുന്ന രീതിയിലുള്ള രേഖകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രിവ്യൂ ഷൂട്ടിങ്ങിനിടെയാണ് ഇത്തരത്തിലൊരു ദുരനുഭവം തനിക്ക് നേരെ ഉണ്ടായത് എന്നാണ് നടി വ്യക്തമാക്കുന്നത്. അത് നിള തിയേറ്ററിൽ വെച്ചായിരുന്നു പ്രിവ്യൂ ഷൂട്ടിംഗ് എന്നാണ് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ നിള തിയേറ്ററിലും രേഖകൾ ഇത്തരത്തിൽ പ്രിവ്യൂ ഷൂട്ട് നടത്തിയതായുള്ള രേഖകൾ ഉണ്ടോ എന്നതും പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ പുതിയ അന്വേഷണ സംഘവും അന്വേഷണ സംഘത്തിനോടൊപ്പം ചേരും. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഈ അന്വേഷണ സംഘം പുതിയ അന്വേഷണ സംഘം അന്വേഷിക്കുമ്പോൾ ഒപ്പം തന്നെ ഈ കേസിനായി നിയോഗിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നുള്ള ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ ദ്രുതഗതിയിൽ തന്നെ ഈ ആരോപണങ്ങൾക്കും പരാതികൾക്കും ഒരു ഫലം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.